വലിയ ഇടപാടുകൾ അല്ലെങ്കിൽ വരുമാനത്തിലെ കുറവ്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് വലിയൊരു തുക വരുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വരുമാനം കാര്യമായി കുറയുന്നത്, ഇതെല്ലാം അവരുടെ ഓട്ടോമേറ്റഡ് സിസ്റ്റം പ്രത്യേകം ശ്രദ്ധിക്കും. അതിന് കൃത്യമായ കാരണം കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ നോട്ടീസ് വരും. ഈ വെരിഫിക്കേഷൻ ചെയ്യാൻ മറക്കരുത്. ITR ഫയൽ ചെയ്താൽ മാത്രം പോരാ, 30 ദിവസത്തിനുള്ളിൽ ഈ വെരിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്തതിന് ഒരു വിലയുമില്ല, അത് ഇൻവാലിഡ് ആയി കണക്കാക്കും. നോട്ടീസുകൾക്ക് മറുപടി നൽകാതിരിക്കുന്നത്, വല്ല നോട്ടീസും വന്നാൽ അതിന് കൃത്യസമയത്ത് മറുപടി നൽകണം. മറുപടി കൊടുക്കാതിരിക്കുന്നത് ചെറിയ തെറ്റുകളെ പോലും വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ നോട്ടീസുകൾ എങ്ങനെ ഒഴിവാക്കാം? വളരെ സിമ്പിളാണ്. ശരിയായ ITR ഫോം തിരഞ്ഞെടുക്കുക. ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ AIS, ഫോം 26AS എന്നിവയുമായി എല്ലാം ഒത്തുനോക്കുക. ക്ലെയിം ചെയ്യുന്ന എല്ലാ കിഴിവുകൾക്കും കൃത്യമായ രേഖകൾ കയ്യിൽ കരുതുക. ഫയൽ ചെയ്ത് ഉടൻ തന്നെ വെരിഫൈ ചെയ്യുക. അതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ അനാവശ്യമായ പിഴയും ടെൻഷനും നമുക്ക് ഒഴിവാക്കാം. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ITR ഫയൽ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.